Hi all, welcome to I Plus. ഞാൻ അക്ഷര. റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കാറ്റഗറി 3 ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറി 3 വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഒരു സബ്ജക്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് 80 മാർക്കിനാണ്. അതിൽ തന്നെ കണ്ടന്റ് കൺസെപ്റ്റ് ആൻഡ് ഏരിയ 50 മാർക്കിനും പെഡഗോജി 30 മാർക്കിനുമാണെന്ന് അറിയാം. അപ്പം ഈ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്കിപ്പം സിലബസ് വളരെ ബ്രീഫാണ് ആണെങ്കിലും ഒരുപാട് ചോദ്യം ചോദിക്കാനുള്ള മേഖലകളുണ്ട്. അപ്പോൾ എല്ലാം പഠിച്ചിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മേഖലകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളും നമുക്കൊരു ഉത്തരവിൻ്റെ ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരം കൂടാതെ വന്ന മറ്റ് ഓപ്ഷൻസും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കംപ്ലീറ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും അതിൽ നിന്ന് എന്തൊക്കെ തരത്തിൽ എക്സ്പെക്റ്റിൽ ചോദ്യം വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് ഓപ്ഷൻസിൽ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വോൾപോൺ ഈസ് എ ക്യാരക്ടറിനെ പ്ലേ ബൈ. വോൾപോൺ എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ക്യാരക്ടർ ഏത് പ്ലേയിൽ നിന്നാണ് എന്നാണ് ചോദ്യം. ഏത് പ്ലേയിൽ ആ പ്ലേയുടെ റൈറ്റർ ആരെന്നാണ് ചോദ്യം. ഏത് പ്ലേ എന്നല്ല, ഏത് റൈറ്റർ ആണെന്നാണ് ചോദ്യം. മിക്കവാറും അങ്ങനെ വരാറുണ്ട്. ക്യാരക്ടറിൻ്റെ പേര് തരും, ഏത് പ്ലേയിൽ നിന്നാണ്, ഏത് വർക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരുടെ വർക്കിൽ നിന്നാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വന്നേക്കുന്നത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തവണ ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഡോക്ടർ ജോൺസൺ, ബെൻ ജോൺസൺ, റിച്ചാർഡ് ഷെർഡൻ, ഓസ്കാർ വൈൽഡ്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലും സ്ഥിരമായിട്ട് ചോദ്യ പേപ്പറുകളിൽ കാണുന്ന കുറച്ച് റൈറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കി വെക്കാം. വോൾപോൺ എന്ന ക്യാരക്ടർ ആരുടെ പ്ലേയിൽ നിന്നാണ്? ബെൻ ജോൺസന്റെ പ്ലേയിൽ നിന്നാണ് ഈ ഒരു ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വോൾപോൺ എന്നുള്ള വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സമയം ചോദിക്കാറുണ്ട്, അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ടല്ലേ, വോൾപോൺ ഓർ ദ ഫോക്സ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ആൾട്ടർനേറ്റ് ടൈറ്റിലുകൾ, സബ് ടൈറ്റിലുകളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓസ്കാർ വൈൽഡിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലേ, ഓസ്കാർ വൈൽഡിൻ്റെ ഒരു വർക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണേഴ്സ് എന്നുള്ള വർക്കിൽ നിന്ന് അതിൻ്റെ എന്താണ് സബ് ടൈറ്റിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു. കേട്ടിട്ടിന് മാത്രമല്ല നമുക്ക് ഇതുപോലെ മറ്റ് എലിജിബിലിറ്റി ടെസ്റ്റുകളിലും പിന്നെ ഇംഗ്ലീഷ് ബേസ് ആയിട്ടുള്ള HSCക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ എന്താണ് ഇത്, നമുക്ക് വോൾപോൺ അല്ലെങ്കിൽ ഫോക്സ് എന്നുള്ള ഒരു കാര്യം പഠിച്ചു വെക്കാം. സറ്റയറിക്കൽ കോമഡി, ഏത് റാനിൽ നിന്ന് വന്നതാണ്? സറ്റയറിക്കൽ കോമഡിയാണ്. ഇംഗ്ലീഷ് റിനൈസൻസ് ഡ്രമാറ്റിസ്റ്റ് ആയിട്ടുള്ള ബെൻ ജോൺസന്റെ വർക്കാണ് വോൾപോൺ. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ആൻഡ് ഫസ്റ്റ് ആക്ടഡ് ഇൻ ഏർലി 17th century. നമുക്ക് എല്ലാവർക്കും ഏത് വർഷമാണ് എഴുതിയത്, ഏത് വർഷമാണ് സ്റ്റേജ് ചെയ്തത്, ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റില്ല. എന്നാലും എന്ത് ചെയ്യണം, ഏകദേശം എപ്പോഴാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. റൈറ്റേഴ്സ് ഏത് കാലഘട്ടത്തിലാണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഹിസ്റ്ററി ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വരും. ഇടയ്ക്കും മുറയ്ക്കും പഠിക്കാൻ നിൽക്കരുത്. അപ്പം നമുക്കൊരു കണക്ഷൻ നിൽക്കണം. എന്നാൽ മാത്രമേ ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദ്യം ചോദിച്ചു കളയും. അപ്പം നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു ധാരണ വേണം. then എന്താണ് early 17th century ആണ്. then എന്താണ് ഫസ്റ്റ് പ്രിന്റഡ് ഇൻ 1607 പ്രിന്റ് ചെയ്തത്. പ്ലേയുടെ ഒരു റാന എന്ന് പറയുന്നതാണ് സിറ്റി കോമഡി അല്ലെങ്കിൽ സറ്റയറിക്കൽ ട്രഡീഷൻ ആണ്. ബെൻ ജോൺസന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക്സ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വർക്ക് തന്നെയാണ്. then നമുക്ക് മറ്റ് ഓപ്ഷൻസിന്റെ കാര്യം കൂടെ ഒന്ന് നോക്കാം. ഡോക്ടർ ജോൺസൺ. ഡോക്ടർ ജോൺസൺ എന്ന് പറയുമ്പോൾ അത് ബെൻ ജോൺസൺ അല്ല, സാമുവൽ ജോൺസൺ ആണ്. ഏത് വർഷമാണ്, ഏത് സെഞ്ചുറിയാണ്? 18th century ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. അദ്ദേഹം ലെക്സിക്കോഗ്രാഫർ ആയിരുന്നു. ഡിക്ഷണറി കമ്പൈൽ ചെയ്യുന്ന ആളെയാണ് ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കും എസ്സേയിസ്റ്റും ആണ്. അല്ലാതെ വോൾപോന്റെ റൈറ്റർ ആയിട്ടുള്ള ആ ജോൺസൺ അല്ല ഈ ജോൺസൺ. ഇതേത് ജോൺസൺ? ഇത് സാമുവൽ ജോൺസൺ. സാമുവൽ ജോൺസൺ അല്ലെങ്കിൽ ഡോക്ടർ ജോൺസൺ. വോൾപോന്റെ റൈറ്റർ ആരാണത്? ബെൻ ജോൺസൺ ആണ്. ഹി ലിവ്ഡ് മച്ച് ലേറ്റർ ദാൻ ജോൺസൺ ഡിഡ് നോട്ട് റൈറ്റ് റിനൈസൻസ് കോമഡീസ്. അപ്പോൾ എനിക്കൊരിക്കലും എന്താണ് ആ ഒരു കാലഘട്ടത്തിലല്ല. പിന്നെ എന്താ റിനൈസൻസ് കോമഡീസ് എഴുതുന്ന ആളും അല്ല. ദെൻ റിച്ചാർഡ് ഷെറിഡൻ. 18th-19th centuryയിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള വർക്കുകളാണ് ദ റൈവൽസ് ചോദിച്ചിട്ടുള്ളതാണ്. സ്കൂൾ ഫോർ സ്കാൻഡൽ ഈ വർക്കൊക്കെ തന്നിട്ട് ആരാണ് എഴുതിയതെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ സ്റ്റൈൽ ഈസ് ഡിഫറെൻറ്റ്. സെൻറ്റിമെൻ്റൽ ആൻഡ് സോഷ്യൽ കോമഡി ഓഫ് മാനേഴ്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 2 centuries ആഫ്റ്റർ ബെൻ ജോൺസൺ. ബെൻ ജോൺസണൊക്കെ ജീവിച്ച് കഴിഞ്ഞ് 2 century ഒക്കെ കഴിഞ്ഞിട്ടാണ് ആര് ജനിച്ചത്? ഷെറിഡൻ ജനിച്ചത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓസ്കാർ വൈൽഡ്.
ഓസ്കാർ വൈൽഡിൻ്റെ എന്താണ് 19th century റൈറ്ററാണ്. റോട്ട് വിറ്റി കോമഡീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ എന്നുള്ള ആ ഒരു സബ് ടൈറ്റിലോട് കൂടിയാണ് എന്ത് വന്നത്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് എന്നുള്ള വർക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഹീസ് ഫ്രം എ വെരി ഡിഫറെൻറ്റ് പീരീഡ് ആൻഡ് വെരി ഡിഫറെൻ്റ് ആണല്ലേ. 18th 19th century എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങെത്തി, ഒത്തിരി മുമ്പോട്ട് എത്തിയില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ റൈറ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഏത് കാലഘട്ടമാണെന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഈസ് എ വർക്ക് ബൈ. ഇതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അത് 2 ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി കേട്ടിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓപ്ഷൻസ് നോക്കാം. തോമസ് ഹാർഡി, ചാൾസ് ഡിക്കൻസ്, ജോർജ് ഇലിയറ്റ്, ജോസഫ് കോൺറാഡ്. അപ്പോൾ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആരുടെ വർക്കാണ്? ജോസഫ് കോൺറാഡിൻ്റെ വർക്കാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. ഓദർ ജോസഫ് കോൺറാഡ് എന്നറിയാം. ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1899 ഒരു 3-part സീരിയലായിട്ട് ബ്ലാക്ക്വുഡ് മാഗസിനിൽ വന്നിട്ടുണ്ട്. പിന്നെ 1902 കളക്ഷൻ ആയിട്ടുള്ള യൂത്ത് നറേറ്റീവ് ആൻഡ് 2 other സ്റ്റോറീസിൽ വന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ആഴ്ന്നിറങ്ങി പോകണ്ട, ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. റാന മനസ്സിലാക്കി വെക്കണം. കാരണം എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് എന്താണ്, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചോളും. മനസ്സിൽ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. എന്താണ്, സൈക്കോളജിക്കൽ നോവലാണ്, അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ഫിക്ഷൻ ആണ്, അല്ലെങ്കിൽ കൊളോണിയൽ ക്രിട്ടിക്കാണ്. അപ്പം ഈ ഒരു രീതിയിലൊക്കെ വരുന്ന റാനയിൽ വരുന്നതാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നുള്ള വർക്ക്. അടുത്തത് തോമസ് ഹാർഡി. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. തോമസ് ഹാർഡി നോൺ ഫോർ ഹിസ് നോവൽസ് ലെറ്റേഴ്സ് ഓഫ് ഡെബർവില്ലേഴ്സ് ആൻഡ് ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്. അപ്പം നോക്കിക്കേ, ഈ 2 വർക്കുകളും ആർട്ടിസ്റ്റ് ഓഫ് ഡെബർവില്ലേഴ്സും പിന്നെ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡും 2 പ്രീവിയസ് ഇയർ ആയിട്ട് നമ്മുടെ ഈ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് ചോദിച്ചിട്ടുള്ള വർക്കുകളാണ്. റിയലിസം, റൂറൽ ട്രാജഡി ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ തീമായിട്ട് വരിക. ദെൻ ചാൾസ് ഡിക്കൻസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണല്ലേ. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, ഒലിവർ ട്വിസ്റ്റ്. അപ്പോൾ അവിടെ ആ ഒരു ടൈമിൽ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് എഴുതിയിരുന്നത്? വിക്ടോറിയൻ ഇംഗ്ലണ്ടിനെ കുറിച്ചാണ്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഉള്ള വർക്ക് എന്തിനെക്കുറിച്ചായിരുന്നു? കൊളോണിയൽ ആഫ്രിക്കയെക്കുറിച്ചാണ് എഴുതിയത്. ജോർജ് ഇലിയറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. പെൻ നെയിം ഓഫ് മേരി ആൻ ഇവാൻസിൻ്റെ പെൻ നെയിമായിരുന്നു ജോർജ് ഇലിയറ്റ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. മിഡിൽ മാർഷ്, ദ മിൽ ഓൺ ദ ഫ്ലോസ്, ഈ കൊടുത്തേക്കുന്ന വർക്കുകളൊക്കെ ഇപ്പോൾ മിഡിൽ മാർഷ്, മിൽ ഓൺ ദ ഫ്ലോസ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ, ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്, ഇതൊക്കെ എന്താണ് പ്രീവിയസ് ഇയർ ആയിട്ട് ഇത്തരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വർക്കുകളാണ്. അതുകൊണ്ടാണ് ഈ എടുത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ജോർജ് ഇലിയറ്റിൻ്റെ വർക്കുകൾ നോക്കിയാൽ എന്താണ്, മോറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ്. പ്രൊവിൻഷ്യൽ ഇംഗ്ലണ്ടിലെ മോറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് ആ വർക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത്, ഹാഫ് ഓവർ ടു അബിൻഡോർ 50 fathoms deep lies in. കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. സർ പാട്രിക് സ്പെൻസ്, ഡെത്ത് ഓഫ് ഡർബി ഫീൽഡ്, ദ ഡ്രൗൺ ഫിനോഷ്യൻ സെയിലർ, അത് ഹാലം. അപ്പം ഇങ്ങനെ വരികളൊക്കെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ എന്താലോചിച്ചാൽ മതി, വെറുതെ ആ വരികളെ തുറച്ച് നോക്കിയിരിക്കേണ്ട. നമുക്ക് നെഗറ്റീവ് മാർക്കില്ലാത്ത എക്സാമിനേഷനാണ്, പാസ്സാവാനായിട്ട് നിശ്ചിത ഒരു മാർക്കുണ്ട്. അപ്പോൾ ഒരു ചോദ്യത്തെ തുറച്ച് നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു, ഒന്നും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് എന്താണ് റാൻഡമുള്ള ഗസ്റ്റ് നടത്തി അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. അറ്റൻഡ് ചെയ്തിട്ട് പോകാം. ഇത് ഏറെക്കുറെ മിക്കവാറുമുള്ള കുട്ടികൾ അറ്റൻഡ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു വർക്ക് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ വരികൾ കേട്ടിരിക്കും. ഏതാണ് വർക്ക്? സർ പാട്രിക് സ്പെൻസ് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം HSST എക്സാമിനേഷനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. അല്ലാതെ അധികമായിട്ട് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളൊന്നും ഈ വർക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ഇറ്റ് ഇസ് എ ട്രഡീഷണൽ ബലാഡാണ് കേട്ടോ. അപ്പോൾ ബലാഡ് നമുക്കറിയാലോ, നമ്മുടെ ഇവിടുത്തെ വടക്കൻ പാട്ടുകളൊക്കെ പോലെയുള്ള വീരകഥകളൊക്കെ ആയിരിക്കും. അനോണിമസ് ഓതേഴ്സ് ആയിരിക്കും. ആരെ എഴുതിയാൽ നമുക്കറിയത്തില്ല. ഇതെങ്ങനെയാണ്, വാമൊഴിയായിട്ടായിരിക്കും അടുത്തടുത്ത തലമുറകളിലേക്ക് കൈമാറി പോയിരിക്കുക. അപ്പിയേഴ്സ് ഇൻ ദ ചൈൽഡ് ബലാഡ്സ് കളക്റ്റഡ് ബൈ ഫ്രാൻസിസ് ജെയിംസ് ചൈൽഡ് 19th century. 19th centuryയിൽ ആരാണ്? ഫ്രാൻസിസ് ജെയിംസ് ചൈൽഡ് കളക്ട് ചെയ്ത് എല്ലാം കൂടെ, ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയല്ല, ഇദ്ദേഹം ഈ വാമൊഴിയായിട്ട് പല പല തലമുറകളിലൂടെ കൈമാറി വന്ന ഈ ഒരു പർട്ടിക്കുലർ വർക്ക് എന്ത് ചെയ്തു, പർട്ടിക്കുലർ ബലാഡ് എന്ത് ചെയ്തു, കമ്പൈൽ ചെയ്തു, മറ്റു വർക്കുകളിലൂടെ കമ്പൈൽ ചെയ്തതാണ്. The poem likely dates back to 13th or 14th century written in the Scottish oral tradition. 13-14 നൂറ്റാണ്ടുകൾ ആയിരിക്കാം, നമുക്ക് കൃത്യമായിട്ട് രേഖകളില്ല. ഏകദേശം ആ ഒരു ടൈമിലാണ്. എന്തിലാണ് റൂട്ട് ചെയ്തേക്കുന്നത്? സ്കോട്ടിഷ് ഓറൽ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. സ്കോട്ട്ലൻഡുകാരുടെ വാമൊഴിയായിട്ട് പകർന്നു വരുന്ന ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വർക്കാണ് സർ പാട്രിക് സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ബലാഡ്.
ദ ടേം ഫോർ ദ ഹ്യൂമൻ വോയിസ് ബോക്സ്. ഹ്യൂമൻ വോയിസ് ബോക്സിന് പറയുന്ന ടേം എന്താണ്? ഡയറക്റ്റ് ചോദ്യമാണല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാലും മറക്കാത്തതാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കേ. ഫാരിങ്സ്, ലാരിങ്സ്, വോക്കൽ കോഡ്സ്, യൂള. എന്താണ് ഹ്യൂമൻ വോയിസ് ബോക്സ് എന്ന് നമ്മൾ പറയുന്ന പേര്? ലാരിങ്സ് എന്നാണ്. ആ ഒരു ഇമേജ് മനസ്സിലോട്ടൊന്ന് വരട്ടെ. അപ്പോൾ ലാരിങ്സും ഫാരിങ്സും ഒക്കെ തമ്മിൽ തിരിഞ്ഞു പോകരുത്. പെട്ടെന്ന് നിൽക്കുമ്പോൾ അയ്യോ ലാരിങ്സ് ആണോ ഫാരിങ്സ് ആണോ വോക്കൽ കോഡാണോ, നമ്മൾ കറക്റ്റായിട്ട് അത് പഠിച്ചു വെക്കുക. പഠിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകത്തില്ല. നമുക്ക് ഫാരിങ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ദെൻ ഈ ലാരിങ്സിൻ്റെ ആ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ പറഞ്ഞാണ് എപ്പിഗ്ലോട്ടിസ് ആണെങ്കിൽ സുപ്രാഗ്ലോട്ടിസ്, വോക്കൽ കോഡ്സ്, ഗ്ലോട്ടിസ്, സബ് ഗ്ലോട്ടിസ്, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് വരും? ലാരിങ്സിൻ്റെ ഭാഗമായിട്ട് വരും. ലാരിങ്സ് ഈസ് കോമൺലി നോൺ ആസ് ദ വോയിസ് ബോക്സ്. ലാരിങ്സ് എന്ന അപ്പോൾ ഈ വോക്കൽ കോഡ്സും വോയിസ് ബോക്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ലാരിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കാർട്ടിലേജിൻ്റെ സ്ട്രക്ചറാണ്. ബോണല്ല, കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്ട്രക്ചറാണ്. നെക്കിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ദ ഫാരിങ്സ് ആൻഡ് ദ ട്രക്കെ. അതുകൊണ്ടാണ് ട്രക്കയുടെ പടം ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ? ട്രക്കയ്ക്കും ഫാരിങ്സിനും ഇടയ്ക്കായിട്ട്, ഇവിടെയാണ് ഫാരിങ്സ് വരിക, ഇവിടെ ട്രക്കെ വരിക. ഇതിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും എന്ത് വരിക? ലാരിങ്സ് കാണപ്പെടുക. ഫാരിങ്സിനെ നമ്മൾ ത്രോട്ട് എന്ന് പറയാറുണ്ട്. പിന്നെ ട്രക്കെ നിങ്ങൾക്ക് അറിയാലോ എന്താണത്? വിൻഡ് പൈപ്പാണ്. ഫാരിങ്സ് എന്ന് പറഞ്ഞ ത്രോട്ട് റീജിയൻ ബിഹൈൻഡ് ദ മൗത്ത് ആൻഡ് നേസൽ കാവിറ്റി. ഇറ്റ് ഇസ് എ പാസേജ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ, നോട്ട് ദ വോയിസ് ബോക്സ്. ഫാരിങ്സിന് എന്തിനു വേണ്ടിയിട്ടാണ്? മൗത്തിനും നേസൽ കാവിറ്റിക്കും ഇടയിലുള്ള ആ ഒരു ത്രോട്ട് റീജിയൻ ആണ് ഫാരിങ്സ് എന്ന് പറയുക. അതുവഴി എന്താണ്? ഫുഡ് ആൻഡ് എയറിനുള്ള ഒരു പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ എന്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വോയിസ് ബോക്സ് അല്ല. വോക്കൽ കോഡ്സ് എന്താണ്? വോക്കൽ കോഡ്സ് അറിഞ്ഞിരിക്കണം. സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ലാരിങ്സ്. ലാരിങ്സിനകത്തുള്ള സ്ട്രക്ചേഴ്സാണ് വോക്കൽ കോഡ് എന്ന് പറയുന്നത്. അല്ലാതെ വോക്കൽ കോഡും ലാരിങ്സും ഒന്നല്ല. പിന്നെ യൂള എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്മാൾ സോഫ്റ്റ് പ്രൊജക്ഷൻ ഹാങ്ങിങ് ഫ്രം ദ ബാക്ക് ഓഫ് ദ സോഫ്റ്റ് പാലറ്റ് ഈസ് എയ്ഡ്സ് ഇൻ സ്പീച്ച് ആൻഡ് സാലങ് ബട്ട് ഇസ് നോട്ട് ഇൻ ദ വോയിസ് ബോക്സ്. ഈ ഒരു സംഗതി യൂള എന്ന് പറയുന്നത് നിങ്ങൾ വിക്സിൻ്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇങ്ങനെ വാ തുറക്കുമ്പോഴത്തേക്ക് അകത്ത് കാണുന്ന ഒരു സ്മാൾ സോഫ്റ്റ് പ്രൊജക്ഷൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ? അതിനെയാണ് യൂള എന്ന് പറയുന്നത്. സോഫ്റ്റ് പാലറ്റിൻ്റെ ബാക്കിലായിട്ടായിരിക്കും കാണപ്പെടുക. ഹാർഡ് പാലറ്റ് വരും, പിന്നെ ബാക്കിലോട്ട് സോഫ്റ്റ് പാലറ്റ് വരും. അത് കഴിഞ്ഞിട്ടാണ് യൂള വരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്പീച്ചിനും സാലോയിങ്ങിനും ഒക്കെ സഹായിക്കുമല്ലോ. അത് സൗണ്ട് പ്രൊഡക്ഷനിൽ റോളുള്ള ഒരാളല്ല. അടുത്ത ചോദ്യം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് എന്താണ് ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് ടേബിളായിട്ട്. പറഞ്ഞ കൺസെപ്റ്റുകൾ ജസ്റ്റ് നിങ്ങൾ എന്താണ് ഒന്ന് ടേബിളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ടേബിളായിട്ട് അങ്ങ് വരച്ചിടുക. ഫാരിങ്സ് എന്താണ്? എയറിനും ഫുഡിനുമുള്ള പാസേജാണ്. ലാരിങ്സ് എന്താണ്? വോയിസ് ബോക്സ് കണ്ടെയ്നിങ് വോക്കൽ കോഡാണ്. വോക്കൽ കോഡ് മെമ്പറിൻ ഈസ് ഫോൾഡ് വിത്തിൻ ദ ലാരിങ്സ് ആണ്. യൂള എന്താണ്? സ്മാൾ ഫ്ലഷി പ്രൊജക്ഷൻ അറ്റ് സോഫ്റ്റ് പാലറ്റ്. ദെൻ ഈ പറഞ്ഞ ഫാരിങ്സിൻ്റെ ഫംഗ്ഷൻ റെസ്പിറേഷനും ഡൈജഷനുമാണ്. ലാരിങ്സിൻ്റെ ഫംഗ്ഷൻ സൗണ്ട് പ്രൊഡക്ഷനാണ്. വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് പ്രൊഡ്യൂസ് വോയിസ് ആണ്. യൂള സ്പീച്ച് ആൻഡ് സാലോയിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ യൂള എന്തിനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാലുണ്ടോ സ്പീച്ചുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അല്ല സൗണ്ട് പ്രൊഡക്ഷനിൽ ആ ഒരു സ്പീച്ചുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ ഈ പറയുന്ന വോക്കൽ കോഡാണെങ്കിലും പ്രൊഡ്യൂസിങ് വോയിസ് പ്രൊഡക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. ഒബ്വിയസ്ലി സൗണ്ട് പ്രൊഡക്ഷനിൽ ആവശ്യമാണ്? ലാരിങ്സ് ആവശ്യമാണ്. അടുത്ത ചോദ്യം. റെസ്റ്റോറേഷൻ റിഫേഴ്സ് ടു ദ റെസ്റ്റോറേഷൻ ഓഫ്. പല ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് റെസ്റ്റോറേഷൻ. ഇംഗ്ലണ്ടിൽ റെസ്റ്റോറേഷൻ നടക്കുന്നു. എന്താ സംഭവിച്ച ചരിത്രം മറക്കല്ല. ചാൾസ് ഒന്നാമനെ വധിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? കോമൺവെൽത്ത് വരുന്നുണ്ട്. കോമൺവെൽത്ത് ഭരണം ആദ്യം എന്താണ്? എല്ലാവരും നല്ല മധുരകരമായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര റിജിഡായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വരുന്നു. ആളുകൾക്ക് തീരെ എന്താണ് ആ ഒരു ഭരണത്തോട് താല്പര്യമില്ലാതെയായി. ഒലിവർ ക്രോംവെല്ലിൻ്റെ ആ ഒരു കോമൺവെൽത്ത് അതുവരെ എന്താണ് എല്ലാവരുടെയും കൂടെ നിൽക്കും എന്ന് പറഞ്ഞ ആൾ ഒരു അധികാരം കിട്ടുമ്പോൾ ലോർഡ് പ്രൊട്ടക്ടർ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. രാജഭരണത്തെക്കായും എന്താണ് മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു ഭരണം പോകുമ്പോൾ മൊണാർക്കി റെസ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നു. ആ സംഗതിയാണ്. ആരെയാണ് തിരികെ കൊണ്ടുവരുന്നത്? ആരെയാണ്? നെപ്പോളിയൻ ബൊണപ്പാർട്ടിനെയാണോ? ഒലിവർ ക്രോംവെല്ലിനെയാണോ? ചാൾസ് 1 ആണോ? ചാൾസ് 2 ആണോ? അപ്പം നമുക്ക് ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം എടുക്കുന്ന സമയത്ത് ഈ 3 പേര് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നെപ്പോളിയൻ ബൊണപ്പാർട്ട് മാറി നിൽക്കട്ടെ. ആരാണ്? ചാൾസ് ഒന്നാമൻ്റെ ഭരണം നടക്കുന്നു. ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യുന്നു? വധിക്കുന്നു. വധിച്ച ശേഷം ആരെ ആണ് അധികാരത്തിൽ കൊണ്ടുവരുന്ന? ഒലിവർ ക്രോംവെല്ല് നിൽക്കുമ്പോൾ അവിടെ റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി ആണോ? അല്ല. അവിടെ എന്താണ്? കോമൺവെൽത്ത് ഭരണമാണ്. കോമൺവെൽത്ത് എന്ന് പറയുന്നു. കോമൺവെൽത്ത് എന്ന പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ജനങ്ങൾ തിരിച്ച് ആരെ കൊണ്ടുവരണമെന്ന് പറയുന്നു? ചാൾസ് രണ്ടാമനെ, നാട് കടത്തിയ ചാൾസ് രണ്ടാമനെ തിരികെ കൊണ്ടുവരണം. മൊണാർക്കിയെ റിസ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നു.
ഓക്കെ, അടുത്ത ചോദ്യം. അതിന് മുമ്പായിട്ട് റെസ്റ്റോറേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്? മൊണാർക്കി ഇംഗ്ലണ്ടിൽ തിരികെ വരിക എന്നാണ് 1660 ഹാപ്പൻ ചെയ്ത വർഷം. പഠിച്ചു വെച്ചോണി, വർഷം എന്നാണ് 1660. പഠിച്ചൊക്കെ എളുപ്പമുള്ളൊരു വർഷമാണ് അല്ലേ. ചാൾസ് രണ്ടാമനെ എന്താണ് തിരികെ കൊണ്ടുവന്ന് അധികാരം കൊടുക്കുന്നു. ചാൾസ് ഒന്നാമൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക, അതായത് ഇതിനെ എന്താ വധിക്കുക ചെയ്തത്. 1649 വധിച്ചു. ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് റൂൾ ചെയ്തു. റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞു. അതെന്ന് രാജാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ക്രോംവെല്ല് മരിച്ച ശേഷം എന്ത് ചെയ്തു? ഗവൺമെൻറ് ഫെയിലായി. പിന്നീട് മകനെ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ഒരിക്കലും അതിന് ശക്തനായിട്ടുള്ള വ്യക്തിയൊന്നും അല്ലായിരുന്നു. റിച്ചാർഡ് ക്രോംവെല്ലിനെ കൊണ്ടുവരാൻ വന്നും പറഞ്ഞാൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്തു? ചാൾസ് രണ്ടാമനെ എന്താണ് എക്സൈലിൽ നിന്ന് നാട് കടത്തി വിട്ടുകയാണ്. അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു? മകനെ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുവന്നു. മൊണാർക്കി അങ്ങനെ ഇംഗ്ലണ്ടിൽ 1660 എന്ത് ചെയ്തു? റെസ്റ്റോർ ചെയ്തു. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്താ പറയുക? റെസ്റ്റോറേഷൻ പീരീഡ്. ഏകദേശം ഒരു 1660 മുതൽ 1700 വരെയുള്ള ടൈമിനെ നമ്മൾ എന്താ പറയുക? റെസ്റ്റോറേഷൻ പീരീഡ് എന്നാണ് പറയുക. മൊണാർക്കിയെ തിരികെ കൊണ്ടുവന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ത്രെഡ്രസ് വിച്ച് ഹാഡ് ബീൻ തിയേറ്റേഴ്സ് കൊണ്ടുവന്നു. എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞ പോലെ മൊണാർക്കി വന്ന സമയത്ത് അവിടെ മുമ്പ് കുറേ പരിപാടികൾ നിർത്തി വെച്ചിരുന്നു ഇംഗ്ലണ്ടിലെ ചർച്ച്. അതുപോലെ തിയേറ്ററുകൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്യാനായിട്ടാണ് കോമൺവെൽത്തിൻ്റെ ടൈമിൽ പറയുന്നത്. ആളുകൾ എന്താണ് യാതൊരു വിധത്തിലുള്ള മെറി മേക്കിംഗ് ആക്ടിവിറ്റീസിനും പോകേണ്ട. അതിനു മുമ്പ് നല്ല രീതിയിൽ ഫ്ലഷ് ചെയ്ത് നിന്ന ഒരു മേഖല തന്നെയായിരുന്നു ഡ്രാമ എന്ന് പറയുന്നത്. ഒരുപാട് തിയേറ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ് അടച്ചിടാൻ പറഞ്ഞു. അപ്പോൾ ഈ മൊണാർക്കി തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? തിയേറ്ററുകളൊക്കെ തുറക്കാനായിട്ട് ഉള്ള ഓർഡറായി. ഫേമസ് റൈറ്റേഴ്സ് ഓഫ് ദിസ് ടൈം നോക്കിയാൽ ഡ്രൈഡനും ആഫ്രാബെന്നും വില്യം കോൺഗ്രീവും ഒക്കെ എന്താണ് ആ ഒരു റെസ്റ്റോറേഷൻ ടൈമിലെ ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ആണ്. അടുത്ത ചോദ്യം. The music in my heart I bore long after it was heard no more so says. ഇവിടെയും വരികൾ തന്നേക്കുവാണ്. ഇത് അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ള വരി തന്നെയാണ്. ഇത് ആരുടെ വരികളാണ്? പെർസി ബൈസി ഷെല്ലി, W.B. ഈറ്റ്സ്, വില്യം വേർഡ്സ്വർത്ത്, S.T. കോൾറിഡ്ജ്. ആരുടെ വരികളാണ്? വില്യം വേർഡ്സ്വർത്തിൻ്റെ വരികളാണ്. വേർഡ്സ്വർത്തിനെ മിക്കവാറും ഒക്കെ പഠിക്കാൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് ദി സോൾട്ടറി റീപ്പർ. എനിക്ക് തോന്നുന്നു സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വർക്കാണ്. CBC ടെക്സ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. The music in my heart I bore long after it was heard no more. And from the poem The Solitary Reaper by വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്ത് ആരാണ്? മേജറായിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ് ആയിരുന്നു. തീം എന്താണ്? ദ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് ഇമോഷൻ ഇൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ബ്യൂട്ടിയുടെയും ഇമോഷൻ്റെ ആ ഒരു എത്രയും എന്താണ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെന്താണ് ഹ്യൂമൻ എക്സ്പീരിയൻസിനെയും കുറിച്ചുമാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. സമ്മറി പറഞ്ഞാൽ ദ പോയിറ്റ് എന്ത് ചെയ്യുന്നു? സീസ് എ ഹൈലൻഡ് ഗേൾ റീപ്പിംഗ് ആൻഡ് സിംഗിങ് എലോൺ ഇൻ എ ഫീൽഡ്. ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് റീപ്പ് ചെയ്യുകയും അതിൻ്റെ കൂടെ എന്താണ് പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോയിറ്റ് കാണുന്നു. ഹർ സോങ് ഈസ് സോ സ്വീറ്റ് ആൻഡ് ടച്ചിങ് ദാറ്റ് ഹി സ്റ്റോപ്സ് ടു ലിസൺ. നല്ല മധുരകരമായി പാടുമ്പോൾ എന്ത് ചെയ്യുന്നു? കവി അവിടെ നിന്ന് ലിസൺ ചെയ്യുന്നു. ഇവൻ ദോ ഹി ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ്. ഈ കുട്ടി പാടുന്ന വരികൾ അയാൾക്ക് മനസ്സിലായില്ല. ആൻഡ് ദ മെലഡി മൂവ്സ് ഹിസ് ഹാർട്ട് ഡീപ്ലി. ഒന്നും മനസ്സിലായെങ്കിലും എന്താണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങി. വെൻ ഹി ലിസൺ മ്യൂസിക് റിമെയിൻസ് ഇൻ ഹിസ് ഹാർട്ട് ലോങ് ആഫ്റ്റർ ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ്. പാട്ട് നിന്നു, അദ്ദേഹം അവിടെ നിന്ന് പോയി. എന്നാലും എന്താണ് ആ ഒരു മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൽ എന്നും എന്താണ് നിലനിന്നു എന്നുള്ള ഒരു തീമായിരുന്നു. ചെറിയൊരു പോയമായിരുന്നു ദ സോൾട്ടറി റീപ്പർ എന്ന് പറയുന്നത്. അടുത്തത് ടു സോർട്സ് ഓഫ് ബാഡ് പോയിട്രി ആർ ഡിസ്കസ് ദീൻ. കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. ക്രിറ്റിസിസം ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ സിലബസിൽ എടുത്ത് പറഞ്ഞില്ലെങ്കിലും വരാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ ക്രിറ്റിസിസം സിലബസിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാടെ ഒഴിവാക്കി കളയാൻ പാടില്ല. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ടു സോർട്ട് ഓഫ് ബാഡ് പോയിട്രി ആരുടെ വർക്കിലാണ് ഏത് വർക്കിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? ആൻ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി, എറോപെജിറ്റീഷ്യ, ആൻ എസ്സേ ഓൺ മാൻ, ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം. അപ്പോൾ ഏത് വർക്കിലാണ് വരുന്നത്? ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസത്തിലാണ് ഈ പറയുന്ന 2 തരം ബാഡ് പോയിട്രി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ വന്നിട്ടുള്ളത്. ആരുടെ വർക്കാണ്? അലക്സാണ്ടർ പോപ്പിൻ്റെ പോയം An essay on criticism 1711. Discussion of 2 kinds of bad poetry ആണ്. അലക്സാണ്ടർ പോപ്പിൻ്റെ വർക്കാണ് An essay on criticism 1711 വരുന്നത്.
എബൌട്ട് ദ വർക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓതർ അലക്സാണ്ടർ പോപ്പ നിങ്ങൾക്ക് അറിയാം. ടൈപ്പ് നോക്കിയാൽ എന്താണ്? ഡൈഡാറ്റിക് പോയം ഇൻ ഹീറോയിക് കപ്ലറ്റ്. ഡൈഡാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ടീച്ച് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വർക്കാണ്. ഹീറോയിക് കപ്ലറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹീറോയിക് കപ്ലറ്റ് മീറ്ററിലാണ് എഴുതിയേക്കുന്നത്. പർപ്പസ് എന്താണ്? ടു ഗീവ് അഡ്വൈസ് ടു പോയിറ്റ്സ് ആൻഡ് ക്രിറ്റിക്സ് അബൌട്ട് ഗുഡ് റൈറ്റിംഗ് ആൻഡ് സൗണ്ട് ക്രിറ്റിസിസം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് പറഞ്ഞില്ലേ? നോക്കിക്കേ, പോയിറ്റ്സിനെയും ക്രിറ്റിക്സിനെയും ഗുഡ് റൈറ്റിങ്ങിനെ കുറിച്ചും സൗണ്ട് ക്രിറ്റിസിസത്തെ കുറിച്ചും മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ് ആയിരുന്നു ഈ വർക്കിൽ ഉണ്ടായിരുന്നത്. The two sort of bad poetry. Pope mentions two kind of bad poets. Those who write without learning. ഒന്നാമത്തെ കൂട്ടരാണ് those who write without learning. Ignorant poets. പഠിക്കാതെ എന്ത് ചെയ്യുന്നു? കവിത എഴുതുന്ന ആളുകൾ. They lack knowledge and judgment. അവർക്ക് എന്താണ്? നോളജും കാണില്ല, ജഡ്ജ്മെൻറ്റും കാണില്ല. They write carelessly and ignorantly, led by false taste of vanity. അപ്പോൾ എന്താണ്? കെയർലെസ് ആയിട്ട്, ഇഗ്നോറൻ്റ് ആയിട്ട് അവരെന്താണ് എന്തെങ്കിലുമൊക്കെ ചുമ്മാ അങ്ങ് എന്താണ് എഴുതി വെക്കുക. ആ ഒരു രീതിയിലായിരിക്കും അവർ ചെയ്യുന്ന കാര്യം. അവർക്ക് എന്താണ്? അറിവില്ലായ്മ കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഇനി രണ്ടാമത്തെ ദോസ് ഹു റൈറ്റ് വിത്തൗട്ട് ടൂ മച്ച് ലേണിംഗ്. ആദ്യം ദോസ് ഹു റൈറ്റ് വിത്തൗട്ട് ലേണിംഗ്. രണ്ടെന്താണ്? ദോസ് ഹു റൈറ്റ് വിത്ത് ടൂ മച്ച് ലേണിംഗ് ആണ്. മറ്റേത് എന്താ? ഒട്ടും ലേണിംഗ് ഇല്ലാതെ. ഇതെന്താണ്? അങ്ങ് ഒരുപാട് ലേണിംഗ് ആയിപ്പോൾ ഞാൻ എന്ത് പറയും? പെഡാൻറ്റിക് പോയിറ്റ്സ് എന്ന് പറയും. ദേ ആർ ഓവർലി സ്കോളർലി ആൻഡ് ടെക്നിക്കൽ. ഭയങ്കര അറിവാണ്, എല്ലാ സ്കോളർലി ടെക്നിക്കൽ നോളജും അവർക്കുണ്ട്. ദേ റൈറ്റിംഗ് ബിക്കം ഡൾ, സ്റ്റിഫ് ആൻഡ് ലൈഫ്ലെസ് ബിക്കോസ് ഇറ്റ് ലാക്സ് നാച്ചുറൽ ഫീലിംഗ്. ഒരുപാട് പഠിക്കുമ്പോൾ എന്താ പറ്റും? അവരുടെ ഒരു ഫീലിംഗ് തന്നെ മാറിപ്പോൾ അവരെന്ത് ചെയ്യും? ഭയങ്കര ഡള്ളായിട്ട് സ്റ്റിഫായിട്ടും ജീവനില്ലാത്ത രീതിയിൽ അവരെന്താ പറയുന്നത്? ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും ഇല്ലാതെ പഠിത്തം കൂടിപ്പോയതിൻ്റെ കുഴപ്പമെന്നൊക്കെ പറയും. ആ സംഗതിയാണ് ഇവിടെ വന്നത്. അപ്പോൾ പോപ്പിൻ്റെ വരിയിൽ നോക്കിയാൽ somehow at first for wits, then poets pass, turn critics next and prove plain fools at last. അപ്പോൾ ഇതാണ് രണ്ട് സോർട്ട് ഓഫ് ബാഡ് പോയിട്രി എന്ന് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ ഡെസ്റ്റിനേഷൻ ഇൻ ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. ഈ ഒരു വർക്കും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു വർക്കാണ്. പിൽഗ്രിംസ് പ്രോഗ്രസ് ഉള്ള വർക്കിൽ എവിടെ എത്തിച്ചേരാനാണ് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് വെച്ചിട്ടുള്ളത്? Grace abounding, the celestial city, the cause celebrate, the pearly gates. എവിടെ എത്താനാണ്? ദ സെലസ്റ്റിയൽ സിറ്റി ആയിരുന്നു ഈ ഒരു വർക്കിലെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ബുക്ക് ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ആണെന്ന് അറിയാം. ഓദർ ആരാണെന്ന് മനസ്സിലാക്കി വെക്കുക. ആരാണ്? ജോൺ ബനിയൻ ആണ് ഓദർ എന്ന് പറയുന്നത്. പബ്ലിഷ് ചെയ്ത വർഷം 1678 പാർട്ട് 1 വന്നു, 1684 പാർട്ട് 2 വന്നു. ടൈപ്പ് റിലീജിയസ് അലഗറി ആണ്. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കഥാപാത്രങ്ങളെ വെച്ച് പറയില്ല, അലഗറിക്കൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ഇൻ പ്രോസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. സ്റ്റോറി ആണെങ്കിൽ മെയിൻ ക്യാരക്ടർ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു വർക്കിൽ ആരാണ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്? ആരാണ്? ക്രിസ്ത്യൻ ആണ് കേട്ടോ. ഒലീസിസ് ഹോം ദ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അവൾ എവിടെ നിന്നാണ് പോകുന്നത് അതും ചോദിച്ചിട്ടുണ്ട്. അയാളുടെ ഹോം എന്താണ്? സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ. ഈ പറയുന്ന പോലെ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ എന്നും പിന്നെ ക്രിസ്ത്യൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയത്? അലഗറിക്കലാണ് കേട്ടോ. അലഗറി ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്ന് സെലസ്റ്റിയൽ സിറ്റി, അതെന്താണ്? ഹെവൻ്റെ സിമ്പലാണ്. അങ്ങോട്ടാണ് പോകുന്നത്. അലോങ് ദ വേ ഹി ഫേസസ് മെനി ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ. ഒരുപാട് ട്രയൽസും ടെംപ്റ്റേഷനും ഒക്കെ ഉണ്ടാകും. സ്ലവ് ഓഫ് ഡെസ്പോൺ, വാനിറ്റി ഫെയർ, ഡൗട്ടിങ് കാസ്റ്റൽ പോലെ എന്താണ് ഒരുപാട് അദ്ദേഹത്തെ എന്താണ് ഈ പറയുന്ന ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്താണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതായത് പെട്ടെന്ന് സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്ന് നേരെ പോയി സെലസ്റ്റിയൽ സിറ്റിയിൽ കയറാനായിട്ട് പറ്റില്ല. പോകുന്ന വഴിക്ക് പല പല പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനെയും കടന്നാണ് ചെല്ലുന്നത്. Then his journey represents a Christian spiritual path from sin to salvation. അപ്പം ഞാൻ പറഞ്ഞില്ലേ അലഗറി ആണെന്ന്. ഈ അലഗറിക്കൽ എന്ത് കാര്യത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്രിസ്ത്യൻ്റെ സ്പിരിച്വൽ പാത്ത് ഫ്രം സിൻ ടു സാൽവേഷൻ, പാപത്തിൽ നിന്ന് മോക്ഷത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു കഥ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്ന് സിറ്റി ഓഫ് സെലസ്റ്റിയൽ സിറ്റിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. മീനിങ് ഓഫ് ദ സെലസ്റ്റിയൽ സിറ്റി എന്ന് വെച്ചാൽ എന്താ? ഹെവൻ ഓർ ഇറ്റേണൽ ലൈഫ് വിത്ത് ഗോഡ് ആണ്. ഫൈനൽ ഗോൾ ഓഫ് എവറി ബിലീവർ ഇൻ ദ സ്റ്റോറി. എല്ലാ ബിലീവറിൻ്റെയും എന്താണ് ഫൈനൽ ഗോൾ? എന്താണ്? റിവാർഡ് ആഫ്റ്റർ ഓവർകമ്മിങ് സ്ട്രഗിൾസ് ഓഫ് ഫെയ്ത്ത്. ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ കടന്ന് അൾട്ടിമേറ്റ്ലി എവിടെ ചേരുക? ഗോഡിൻ്റെ ഇറ്റേണൽ ലൈഫിലോട്ട് ചേരുക എന്നതാണ്.
പിന്നെ ഗ്രേസ് അബൗണ്ടിങ് എന്നുള്ള വർക്ക് ജോൺ ബനിയൻ്റെ വർക്ക് തന്നെയാണ്. സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫിയാണ്, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുക ആ രീതിയിലുള്ള അലഗറിക്കൽ വർക്ക് അല്ല. കോസ് സെലിബ്രേ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ടേമാണ്. ഫേമസ് കേസ് എന്നുള്ള അതാണ്. ജസ്റ്റ് എന്താണ് ഇതൊക്കെ തരുമ്പോൾ നമുക്ക് ഡൗട്ട്സ് വരാൻ തരുന്ന ഓപ്ഷൻസ് ആണ്. പേർലി ഗേറ്റ്സ് ബിബ്ലിക്കൽ ഇമേജ് ഓഫ് ഹെവൻസ് എൻട്രൻസ് ആണ് കേട്ടോ. ഹെവനിലേക്കുള്ള എൻട്രൻസിൻ്റെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് ആണ് ദ പേർലി ഗേറ്റ്സ് എന്ന് പറയുന്നത്. പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള വർക്കിൽ ആ ടൈം ഉപയോഗിച്ചിട്ടില്ല. പകരം എന്താണ് സെലസ്റ്റിയൽ സിറ്റി എന്ന പദമായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ചോദ്യവും. അടുത്തത് വോൺ ഈസ് ഇൻ ദ സെയിം റനേഴ്സ്. വോൺ എന്നുള്ള വർക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് എന്താ പോലെ അല്ലേ, അത് തന്നെയാണ്, അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. യൂട്ടോപ്പിയ, വോൾഫ് ഹാൾ, വാനിറ്റി ഫെയർ, ആനിമൽ ഫാം ഏത് റാനയിൽ വരുന്നതാണ് എന്നല്ല, ഏത് വർക്കാണ്. ഈ രണ്ട് വർക്കുകൾ ഒരേ റാനയിലാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് എന്താണ് അടുത്ത വർക്ക് ഏത് എന്ന് നോക്കുക. ഏതാണ് വർക്ക് വരുന്നത്? യൂട്ടോപ്പിയ ആണ് വർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് വോണാണ്. ഇത് ഓതർ സാമുവൽ ബട്ട്ലർ ആണ്. 1872 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. സറ്റീറിക്കൽ ഉട്ടോപ്യൻ ഫിക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം യൂട്ടോപ്പിയ എന്നുള്ള വർക്ക് അതറിയാലോ, ഉട്ടോപ്യൻ ഫിക്ഷൻ ആണെന്ന് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം. അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എർവോൺ ശരിക്കും തിരിച്ചെഴുതുമ്പോഴത്തേക്ക് എങ്ങനെ വരും? നോ വെയർ എന്ന് വരും അല്ലേ. നോക്കിക്കേ, റിവേഴ്സ് യൂട്ടോപ്പിയ അല്ലെങ്കിൽ ആൻറ്റി യൂട്ടോപ്പിയ എന്നുള്ള കൺസെപ്റ്റാണ് ഈ തിരിച്ചെഴുതിയേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണത് കറക്റ്റ് എന്താണ് ആ നോവെയർ എന്നുള്ള വാക്ക് വരുന്നത്. അപ്പം റിവേഴ്സ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പേര് സാമുവൽ ബട്ട്ലർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു റിവേഴ്സ് യൂട്ടോപ്പിയ അല്ലെങ്കിൽ റിവേഴ്സ് യൂട്ടോപ്പിയ, ആൻറ്റി യൂട്ടോപ്പിയ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയും. The word Erewhon is an അനഗ്രാമാണ് ഞാൻ പറഞ്ഞ പോലെ നോ വെയർ വെയർ ഓൺ എന്നുള്ള രീതിയിൽ. തോമസ് മോൻ്റെ യൂട്ടോപ്പിയയിൽ നമ്മൾ യൂട്ടോപ്പിയയുടെ അർത്ഥം എന്താണ്? നോ പ്ലേസ് എന്നല്ലായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിസ്ക്രൈബ് എ ഫിക്ഷണൽ കൺട്രി വിത്ത് സ്ട്രേഞ്ച് കസ്റ്റംസ് ആൻഡ് ലോസ് ദാറ്റ് സാറ്ററൈസ് വിക്ടോറിയൻ സൊസൈറ്റി. യൂട്ടോപ്പിയയുടെ കാര്യമൊക്കെ നമുക്കറിയാലോ. ഒന്നും എന്താണ് നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങളാണ് നമ്മൾ തോമസ് മോൻ്റെ യൂട്ടോപ്പിയയിൽ പഠിച്ചത്. ഈ ഒരു വർക്കിൽ എങ്ങനെയാണ് വരിക? സ്ട്രേഞ്ച് ആയിട്ടുള്ള കസ്റ്റം, സ്ട്രേഞ്ച് ആയിട്ടുള്ള ലോസും ഒക്കെ ഉള്ള ഒരു രാജ്യം, വിക്ടോറിയൻ സൊസൈറ്റി കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻ വോൺ ഡിസീസ് ഈസ് ട്രീറ്റഡ് ആസ് ക്രൈം ബട്ട് ക്രൈം ഈസ് ട്രീറ്റഡ് ആസ് എ ഡിസീസ്. നോക്കിക്കും, ഡിസീസ് വരുന്നത് ഒരു ക്രൈമാണെന്നും ക്രൈം ചെയ്യുന്നത് എന്താണ്? അതൊരു ഡിസീസാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം തലതിരിഞ്ഞ അവസ്ഥ. ആ ഒരു രീതിയിലാണ് ആ ഒരു വർക്ക് വരിക. നോവൽ ഹ്യൂമറസ് ആണ്, ഫിലോസഫിക്കലാണ്, മൊറാലിറ്റി, റിലീജിയൻ, പ്രോഗ്രസ് ഒക്കെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വർക്കാണ്. യൂട്ടോപ്പിയ പോലെ എന്താണ് ആ ഒരു ചോദ്യത്തിൽ യൂട്ടോപ്പിയയുടെ പോലെ വർക്ക് എന്ന് വരെയുള്ള കാര്യം എന്താണ്? ഇമാജിനറി സൊസൈറ്റീസ് ആണ്. റിയൽ വേൾഡിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇമാജിനറി സൊസൈറ്റീസ് ആണ്. സറ്റയറും സോഷ്യൽ കമൻട്രിയും ഉണ്ട്. പിന്നെ എന്താണ്? ഫിലോസഫിക്കൽ എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഫിലോസഫി വരുന്നുണ്ട്. ഹൗ സൊസൈറ്റി ഷുഡ് നോട്ട് ഫങ്ഷൻ, സൊസൈറ്റി എങ്ങനെയാകണം എങ്ങനെയാകരുത് എന്ന് ഫിലോസഫി പറഞ്ഞു കൊടുക്കാനാണ് ആ ഒരു വർക്ക് വരുന്നത്. മറ്റു വർക്കുകൾ നോക്കിയാൽ വോൾഫ് ഹാൾ ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണ്. ഹിലാരി മെന്റൽ ആണ്. തോമസ് ക്രോംവെലിനെ കുറിച്ച് എഴുതിയാണ്. യൂട്ടോപ്പിയൻ വർക്ക് അല്ല. വാനിറ്റി ഫെയർ ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. വില്യം മക്ഫീസ് ടക്കറിയുടെയാണ്. 19th സെഞ്ചുറി ഇംഗ്ലണ്ടിലാണ്. ഇമാജിനറി സൊസൈറ്റിയെ കുറിച്ചല്ല. ദെൻ ആനിമൽ ഫാം വളരെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. എല്ലാ തവണയും ചോദിക്കുന്ന ഒരു മേഖലയാണ്. ജോർജ് ഓർവെലിൻ്റെ വർക്കാണ്. അവിടെ എന്താണ്? പൊളിറ്റിക്കൽ ഫേബിൾ ആണല്ലേ, കുറേ ആനിമൽസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ശരിക്കും എന്താണ് പൊളിറ്റിക്സിനെ പറയാനായിട്ടാണ്. USSRയുടെ തകർച്ചയെക്കുറിച്ചും സ്റ്റാലിൻ്റെ കാര്യങ്ങളും അതൊക്കെയാണ് ആ ഒരു വർക്കിൽ വരുന്നത്. യൂട്ടോപ്പിയൻ ആൻറ്റി യൂട്ടോപ്പിയൻ ട്രാവൽ നറേറ്റീവ് അല്ല. ഇത് കൂടുതലായിട്ട് എന്താണ് ഒരു ഫേബിൾ പോലെയാണ്. കാരണം ആനിമൽസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നിൽക്കട്ടെ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്